ഇങ്ങനെ ഇരുന്നാലോ മോളെ? എന്തെങ്കിലും കഴിക്കണ്ടേ? മോൾ എഴുന്നേക്ക്, എന്തെങ്കിലും കഴിക്കാം. നിന്റെ അമ്മ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ മോളെ എന്നോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? പണ്ടേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആ രാജു ഒരു വ്യവസ്ഥയില്ലാത്തവനാണെന്ന്. അവൻ ചതിക്കുമെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. നിന്റെ ഉറച്ച വിശ്വാസം കൊണ്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടുനിന്നത്. അമ്മയ്ക്കൊട്ടും താല്പര്യമില്ലായിരുന്നു രാജു നീയും തമ്മിലുള്ള കല്യാണത്തിന്. എന്നിട്ടും നിന്റെ ആഗ്രഹത്തിന് കൂട്ടുനിന്നവളല്ലേ ഈ അമ്മ. ആ എന്നോടാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഇഷ്ടമില്ലാത്ത ഒരുത്തൻ്റോട് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് നരകമല്ലേ? അവൻ ലോക ചതിയനാ. അവനെ മനസ്സിൽ ഓർക്ക പോലും മോള് ചെയ്യരുത്. മോൾ എഴുന്നേറ്റ് വാ, എന്തെങ്കിലും കഴിക്കും മോളെ. നിന്റെ ഇരിപ്പ് കാണുമ്പോ അമ്മയ്ക്ക് പേടിയാവുക. എന്റെ ദൈവമേ, സഹായത്തിനൊരു മനുഷ്യൻ പോലും ഇല്ല. ഞാൻ എന്ത് ചെയ്യും? ദേടാ വിളിക്കുന്നുണ്ട്. 8ന്റെ പണി കെട്ടി തളർന്നിരിക്കുന്ന രുക്മിണിയാ. 8ന്റെ കിട്ടിട്ട് ഇരിക്കല്ലേ അമ്മയുടെ വകയായിട്ട് ഒരു 16ന്റെ പണിയൂടെ കൊടുക്ക്. എന്തായാലും എടുക്കാം. ഓ, ആരുടെ നാശം കണ്ടാലും ചിരിക്കാൻ പറ്റുമല്ലോ. എടുക്ക്. ഹലോ രുക്മിണി, ഇവിടത്തെ അവസ്ഥ വല്ലതും അംബിക അറിയുന്നുണ്ടോ? ഓ, കല്യാണ കച്ചേരിയുടെ കഥയല്ലേ? ആ രാജു ചതിക്കൂന്ന് രമ്യയോട് ഞാനൊരു 100 ആവർത്തി പറഞ്ഞതാ. അവളത് കേട്ടില്ല. അവക്കപ്പോ അവനോട് മുടിഞ്ഞ പ്രേമം. ഇക്കാലത്ത് എന്തോന്ന് പ്രേമം! അന്യോന്യം തേപ്പല്ലേ, തേപ്പ്. എന്റെ മോൾ ആകെ തകർന്നു പോയി അംബിക. അവളിപ്പോ ഒരു ഭ്രാന്തി പോലെയാ. ആ, ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുന്നവര് അങ്ങനെയാ രുക്മിണി. ചതിക്കപ്പെട്ടാലേ തകർന്നു പോവും. അവനും അവന്റെ കുടുംബവേ ചതിയന്മാരും വഞ്ചകരുവാ. ഒക്കെ നന്ദികെട്ട വർഗങ്ങളാ. എന്റെ മോളുടെ അവസ്ഥ വലിയ മോശമാണ് അംബിക.